അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 43 അധ്യായം 2 വാക്യം നമുക്ക് വായിക്കാം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ദൈവം തൻ്റെ ജനത്തിന് അനേകം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാ വാഗ്ദാനങ്ങളും കണ്ടീഷനോട് കൂടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അവൻ്റെ മകനും മകളും ആകുവാനുള്ള വ്യവസ്ഥ എന്താണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 11-12 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു ക്രിസ്തു പഴയ നിയമത്തിലെ യഹോവയാ ദൈവമാണ്. മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുവാനായി ഒരു യാഗം ആവശ്യമായിരുന്നു. താൽക്കാലിക യാഗമായി മോശയിൽ കൂടി ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിലെ വ്യവസ്ഥ പ്രകാരമുള്ള മൃഗങ്ങളെയോ പക്ഷികളെയോ ധാന്യം, എണ്ണ മുതലായ വസ്തുക്കളോ യാഗം കഴിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അപ്രകാരമുള്ള യാഗങ്ങൾ മനുഷ്യരുടെ പാപങ്ങൾ മായ്ക്കുകയല്ല, മറയ്ക്കുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. ഒരു മനുഷ്യനെ യാഗം കഴിച്ചാൽ ആ മനുഷ്യനിൽ ആദാമി പാപം ഉള്ളതിനാൽ ദൈവം പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് സകല മനുഷ്യർക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മഹാപാപപരിഹാര യാഗമായി രക്തം ചിന്തി തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകണമെങ്കിൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. പൂർണ്ണ പാപമോചനം ലഭിക്കുമെന്ന് സാരം. യഹൂദന്മാരുടെ അടുക്കിലേക്കാണ് യേശു വന്നതെങ്കിലും യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞ് ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ദൈവം ഒരു തീരുമാനമെടുത്തു. യേശുവിനെ ആരാണോ അംഗീകരിക്കുന്നത്, അവർ ഏത് വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണെങ്കിലും യേശുവിനോട് പാപം അംഗീകരിക്കുകയും പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യാമെങ്കിൽ യേശു അവരെ തൻ്റെ രക്തത്താൽ കഴുകി അവർക്ക് പാപമോചനം കൊടുക്കുകയും യേശു തൻ്റെ ആത്മാവിന് നൽകി അവരെ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്യും. അപ്രകാരം ദൈവമക്കളായി തീരുന്ന വ്യക്തികൾ ചെയ്യേണ്ട കാര്യം വീണ്ടും പാപം ചെയ്യുവാൻ ഇടവരാതെ ജീവിക്കണം എന്നതാണ്. യേശു നൽകുന്ന യേശുവിൻ്റെ ആത്മാവിനെ കാണുവാൻ കഴിയുന്നില്ല എങ്കിലും വചനത്തിൽ കൂടി യേശു നമ്മോട് പറയുന്ന കാര്യങ്ങൾ നാം അനുസരിക്കുകയും യേശുവിൻ്റെ വാക്കുകൾക്ക് നാം ശ്രദ്ധ കൊടുത്ത് പാപം ചെയ്യാതെ ജീവിക്കുകയും ചെയ്യാമെങ്കിൽ നാം മുൻപ് കേട്ട വാക്യത്തിലെ പോലെ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ യേശു നമ്മോട് കൂടെ ഇരിക്കും. വെള്ളത്തിന് നമ്മെ മുക്കുവാൻ മാത്രമല്ല, ഒഴുക്കിക്കളയുവാനുള്ള കഴിവുണ്ട്. ചില വ്യക്തികളുടെ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞതിനാൽ അവരുടെ വിശ്വാസ കപ്പൽ മുങ്ങിപ്പോയി എന്ന് 1 തിമോത്തിയോസ് 1 അധ്യായം 19 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ വിശ്വാസ കപ്പൽ മുങ്ങിപ്പോയത് മിക്കവാറും പാപത്തിൽ ആകുവാനാണ് സാധ്യത. കടൽ പോലെ പാപം ഭൂമിയിൽ വ്യാപിച്ച് കിടക്കുമ്പോൾ നമ്മിൽ പാപം കയറാതെ സൂക്ഷിക്കുവാൻ യേശു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. യേശു യുഗാന്ത്യത്തോളം നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ നാം നമ്മുടെ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞാൽ ദുർമനസാക്ഷി ഉള്ളവരായി നാം തീരുകയും ദുഷ്ടൻ നമ്മുടെ ഹൃദയത്തിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. യെശയ്യാ പ്രവചനം 43 അധ്യായം 2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല എന്നാണ്. മിസ്രൈമിൽ നിന്നും പെസഹായും ചോരത്തെളിയും ആചരിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കൂടിയും യോർദാനിൽ കൂടിയും മറുകര കടക്കേണ്ടി വന്നിട്ടുണ്ട്. ചെങ്കടലിൽ കൂടി അവർ കടന്നപ്പോൾ മിസ്രൈമ്യരും ചെങ്കടലിൽ ഇറങ്ങി. എന്നാൽ അവർക്ക് അതിൽ കൂടി ഇസ്രായേൽ മക്കളെപ്പോലെ യാത്ര ചെയ്യുവാൻ കഴിഞ്ഞില്ല. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് സ്നാനം മുങ്ങിയ ഒരു വ്യക്തിയായി നാം തീരാമെങ്കിൽ യേശു തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കും. കഷ്ടതയാകുന്ന യോർദാനും ചെങ്കടലും പാപങ്ങളാകുന്ന വെള്ളവും നമ്മെ മുക്കിക്കളയാതെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ കനാനിൽ യേശുവിൻ്റെ ആത്മാവ് നമ്മെ നല്ല ആലോചന സമയങ്ങളിൽ തന്നുകൊണ്ട് എത്തിക്കും. എന്നാൽ നാം വീണ്ടും പാപം ചെയ്ത് യേശുവിൻ്റെ ആത്മാവ് നമ്മെ വിട്ടുപോകുവാൻ ഇടവരുത്തിയാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായാൽ നമ്മെ പാപത്തിൽ മുക്കിക്കളയുവാൻ സാത്താന് കഴിയും എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. യെശയ്യാ പ്രവചനം 43 അധ്യായം 2 വാക്യത്തിൽ
തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിൻ്റെ കോപാഗ്നിയിലും അഗ്നികുണ്ഡത്തിലും വീണ് ഭസ്മമാകുന്നതും പ്രതീക്ഷിച്ചിരുന്ന രാജാവും അവരെ അപ്രകാരം തീയിൽ എറിഞ്ഞു കൊന്ന് തങ്ങളുടെ മന്ത്രവാദ സാമ്രാജ്യം ഉറപ്പിക്കുവാൻ ശ്രമിച്ച ബാബേലിലെ ആഭിചാരകന്മാരുടെ കൂട്ടവും ലജ്ജിച്ചു പോയി. അഗ്നികുണ്ഡത്തിൽ വീഴേണ്ടി വന്നിട്ടും തങ്ങളുടെ ദൈവമായ യഹോവയെ തള്ളിക്കളയാതെ, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാതെ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുവാൻ ധൈര്യം കാണിച്ച ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ യഹോവ അവരോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്കും രാജാവിനും ദൈവത്തെ കാണുവാൻ കഴിഞ്ഞത് 3 ബാലന്മാരും തീയിൽ വീണപ്പോൾ മാത്രമാണെങ്കിലും 3 ബാലന്മാരും തങ്ങളിലുള്ള യേശുവിനെ ദർശിച്ചിട്ടുള്ളവരായിരുന്നു. ഒരിക്കലും കൈവിടാത്തവനായ യേശു കർത്താവ്, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അവൻ പിശാചിനെ പുറത്താക്കുന്നു, യേശു കഷ്ടതയും നിരാശയും മാറ്റിത്തരുന്നു, യേശു പരിശുദ്ധാത്മാവിനെ തരുന്നു, യേശു ആനന്ദവും പ്രത്യാശയും തരുന്നു, യേശു സമാധാനം നദി പോലെ തരുന്നു. ഒന്ന് മാത്രം നാം ചെയ്താൽ മതി. യേശുവേ, ഞാനൊരു പാപിയാണെന്നും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ കാൽവരി ക്രൂശിൽ രക്തം ചിന്തിയെന്നും ആ രക്തം എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനിമേൽ ഞാൻ പാപം ചെയ്യാതെ ജീവിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും നാം യേശുവിനോട് പറയുന്നു എങ്കിൽ നിശ്ചയമായും നമുക്ക് യേശുവിനോട് കൂടെ ദൈവഭവനത്തിൽ സന്തോഷിക്കുവാൻ കഴിയും എന്നതിന് സംശയമില്ല. ബോക്സർ വിപ്ലവകാലത്ത് ജീവിച്ചിരുന്ന ഭക്തനായിരുന്നു വൃദ്ധനായ ടാങ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകി. എന്നാൽ പുഞ്ചിരിയോടെ താൻ യേശുവിൻ്റെ മകനാണെന്ന സത്യം ടാങ് തുറന്നു പറഞ്ഞു. ഇത് കേട്ട് അത്ഭുതപ്പെട്ട സൈനിക മേധാവി ടാങ് വൃദ്ധനായതിനാൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയാണെന്നും ഉപദ്രവകാരി അല്ലാത്തതിനാൽ ടാങ്ങിനെ വെറുതെ വിടാമെന്നും പ്രഖ്യാപിച്ചു. അടുത്ത ഞായറാഴ്ച ഒളി സങ്കേതത്തിൽ വിശ്വാസികൾ ഒത്തുകൂടി. അവിടെ ടാങ്ങിനെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. ടാങ് തനിക്ക് സംഭവിച്ചതെല്ലാം അവരോട് വിവരിച്ചു. ഒടുവിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: യേശുവിനൊരിക്കലും തള്ളിപ്പറയുവാൻ ഇടവരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനോട് ഞാൻ വിശ്വസ്തൻ ആയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ടാങ് തീച്ചുളയിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു. യേശുവിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന ഭീഷണി തീച്ചൂളയുടെ അനുഭവം തന്നെയാണല്ലോ. എന്നാൽ ടാങ്ങിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു: യേശു തൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ആകയാൽ ടാങ് ധൈര്യത്തോടെ പറഞ്ഞു: ഞാനൊരു ദൈവമകനാണ് എന്ന്. ആകയാൽ പാപം ചെയ്യാതെ ജീവിച്ചുകൊണ്ട് ടാങ്ങിനെ പോലെ നമുക്ക് വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുക്കാം, വിശ്വസ്തയുടെ മാർഗം പിന്തുടരാം. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ഒരു കാര്യം നാം മറക്കരുത്: യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ആകയാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നല്ല സ്നേഹിതനും സഹായിയും ആയ യേശുവിനെ, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം, പിന്തുടരാം, നിത്യജീവന് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ അലയുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുത്ത് സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പീഡ അനുഭവിക്കുന്ന ജനത്തെ അങ്ങ് രക്ഷിക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ട് വീട് കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.